പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നിക്ഷേപം നമ്മൾ സ്വർഗത്തിൽ കരുതി വയ്ക്കുന്നതിന് വേണ്ടി തന്നെ, സൂക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ നാം പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കാം. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെയും സ്വർഗീയമായിട്ടുള്ളതായി തീരട്ടെ. നമ്മുടെ കണ്ണുകൾ കൊണ്ടും നമ്മുടെ ഒരവയവം കൊണ്ടും നമ്മൾ പാപം ചെയ്യാതിരിക്കട്ടെ. നമ്മൾ അന്ധകാരത്തിൽ ജീവിക്കാതെ പ്രകാശമാകുന്ന യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ മക്കളായിട്ട് ജീവിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ നന്മ തിന്മ തിരിച്ചറിയുകയും തിന്മയെ വെറുക്കുകയും നന്മയെ മുറുകെ പിടിക്കുകയും ചെയ്യും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.